നെക്സ്റ്റ് ടേം ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ്. സോയിലിൽ എത്രത്തോളം വാട്ടർ ഉണ്ട് അതിനനുസരിച്ചുള്ള ഒരു ടേമാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ വോളിയം ഓഫ് ദ വാട്ടർ പ്രസൻറ്റ് ഇൻ എ സോയിൽ മാസ് ടു ദി ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സ് ഇൻ ഇറ്റ്. ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സിൽ എത്ര വോയിഡ്സ് വാട്ടർ ഫില്ല് ചെയ്തിരിക്കുന്നു അതിനാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ ആണെന്നുണ്ടെങ്കിൽ ഈ വോയിഡ്സിൽ മുഴുവൻ വാട്ടർ ആയിരിക്കും, എയർ ഉണ്ടാവുകയില്ല. കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടുള്ള ഒരു സോയിൽ സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഫുൾ വോയിഡിലും വന്നിട്ട് എയർ മാത്രമായിരിക്കും, വാട്ടർ ഉണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ എസിൻ്റെ വാല്യൂ ചിലപ്പോൾ സ്മോൾ ലെറ്റർ എസ് ആണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുള്ളത് ഡിഗ്രി ഓഫ് സാച്ചുറേഷന് വേണ്ടിയിട്ട്. സ്മോൾ ലെറ്റർ എസിൻ്റെ വാല്യൂ വന്നിട്ട് 0 ആയിരിക്കും ഇൻ കേസ് ഓഫ് എ പെർഫെക്റ്റ്ലി ഡ്രൈ സാമ്പിൾ. കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദ വോളിയം ഓഫ് വോയിഡ്സ് ഹാവ് ടു ബി ഈക്വൽ ടു ദി വോളിയം ഓഫ് വാട്ടർ. അങ്ങനെയാണെങ്കിൽ എസിൻ്റെ വാല്യൂ വന്നിട്ട് 1 ആയിരിക്കും. ഇത് ജസ്റ്റ് ഒരു ജനറൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ബേസ്ഡ് ഓൺ ദി ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നമുക്ക് സോയിലിനെ എങ്ങനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാം എന്നുള്ളത്. ഇഫ് ദി ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഈസ് ബിറ്റ്വീൻ 0.2 ആൻഡ് 0.1 ആണെന്നുണ്ടെങ്കിൽ ഹ്യൂമിഡ് സോയിലായിട്ടും 0.25 തൊട്ട് 0.50 വരെ ആണെന്നുണ്ടെങ്കിൽ ഡാംപ് സോയിലായിട്ടും 0.50 തൊട്ട് 0.75 വരെ ആണെങ്കിൽ മോയിസ്റ്റ് സോയിൽ 0.75 തൊട്ട് 1 വരെ ആണെന്നുണ്ടെങ്കിൽ വെറ്റ് സോയിൽ. ഇഫ് ദി ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇസ് 1 ഇറ്റ് ഈസ് നോൺ ആസ് എ സാച്ചുറേറ്റഡ് സോയിൽ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ്റെ റേഞ്ച് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 0 തൊട്ട് 1 വരെ ആയിരിക്കും. അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ 0 തൊട്ട് 100% വരെ ആയിരിക്കും ഇതിൻ്റെ ഒരു റേഞ്ച് വരുന്നത്. നെക്സ്റ്റ് ഒരു ടേം എന്ന് പറയുന്നത് എത്രത്തോളം വോയിഡ്സിൽ എയർ ഉണ്ട്, അല്ലെങ്കിൽ ഓവറോൾ സോയിൽ മാസിൽ എത്ര പെർസെൻറ്റേജ് വോളിയം എയർ ഉണ്ട്, അതിനെ സംബന്ധിച്ചിട്ടുള്ള 2 ടേംസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് പെർസെൻറ്റേജ് എയർ വോയിഡ്സ്, നെക്സ്റ്റ് വൺ ഈസ് എയർ കണ്ടൻറ്റ്. പെർസെൻറ്റേജ് എയർ വോയിഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ദ വോളിയം ഓഫ് ദി എയർ വോയിഡ്സ് ടു ദി ടോട്ടൽ വോളിയം ഓഫ് ദി സോയിൽ മാസ്. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് volume of air divided by total volume of the soil mass. Total volume of the soil mass ആണ് NA എന്നാണ് പെർസെൻറ്റേജ് എയർ വോയിഡ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എയർ കണ്ടൻറ്റ്. എയർ കണ്ടൻറ്റ് AC ആണ്. ദാറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ the volume of the air divided by the volume of the voids. Volume of the air divided by volume of the voids ആണ് എയർ കണ്ടൻറ്റിൻ്റെ ഇക്വേഷൻ വരുന്നത്. രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാതിരിക്കുക. ഇനി ഇവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് ഡിറൈവ് ചെയ്യാം. നമുക്കറിയാം പെർസെൻറ്റേജ് എയർ വോയിഡ്സ് എന്ന് പറയുന്നത് വോളിയം ഓഫ് എയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു 100 ആണ്. പെർസെൻറ്റേജിൽ പറയുമ്പോൾ പെർസെൻറ്റേജ് എയർ വോയിഡ്സ് എന്നൊക്കെ പറയുമ്പോൾ പെർസെൻറ്റേജിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. And we know the air content is equal to VA divided by VV ആണ്. NAയുടെ ഇക്വേഷനിൽ നമ്മൾ മുകളിലും താഴെയും വോളിയം ഓഫ് വോയിഡ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ VA ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ V ഇൻറ്റു വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ് വെച്ചിട്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ റീഅറേഞ്ച് ചെയ്തൊന്ന് എഴുതി നോക്കാം. ദാറ്റ് ഈസ് വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം മൾട്ടിപ്ലൈഡ് ബൈ വോളിയം ഓഫ് എയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ്. നമുക്കറിയാം വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് പോറോസിറ്റിയുടെ ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ N. അതുപോലെ തന്നെ വോളിയം ഓഫ് എയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദി എയർ കണ്ടൻറ്റ്. സോ നമുക്ക് എഴുതാം പെർസെൻറ്റേജ് എയർ വോയിഡ്സ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് പോറോസിറ്റി ആൻഡ് ദ എയർ കണ്ടൻറ്റ്. ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പെർസെൻറ്റേജ് എയർ വോയിഡ്സ് ആൻഡ് ദ എയർ കണ്ടൻറ്റ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് നമുക്ക് AC എന്ന് പറയുന്നത് അതായത് എയർ കണ്ടൻറ്റ് ഈക്വൽ ടു വോളിയം ഓഫ് എയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ് ആണെന്ന് നമുക്ക് കിട്ടി. ഇതിനകത്ത് വോളിയം ഓഫ് എയർ എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സ് മൈനസ് വോളിയം ഓഫ് വാട്ടർ ആണ്. വോളിയം ഓഫ് എയർ ഈക്വൽ ടു എത്ര വോയിഡ് ഉണ്ട് അതിൽ നിന്നും എത്ര വോയിഡ്
വാട്ടർ ഫില്ല് ചെയ്തിരിക്കുന്നു, അത് മൈനസ് ചെയ്യുമ്പോൾ എത്ര വോളിയം എയർ ഫില്ലായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കിട്ടും. ഇതിനെ മൊത്തത്തിൽ നമ്മൾ വോളിയം ഓഫ് വോയിഡ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ഗെറ്റ് വോളിയം ഓഫ് എയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ് ഈക്വൽ ടു 1 മൈനസ് വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് void. This is the air content AC. ഇവിടെ 1 മൈനസ് ദിസ് ഈസ് the degree of saturation. ഓൾറെഡി നമ്മൾ കണ്ടതാണ് ഇക്വേഷൻ, ദാറ്റ് ഈസ് വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ് ആണ്. ദിസ് ഈസ് ദ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. അങ്ങനെയാണെങ്കിൽ എയർ കണ്ടന്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എസ് എന്ന് എഴുതാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് എസ് പ്ലസ് എ സി ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ്. എത്രത്തോളം വാട്ടർ വോയിഡ്സിൽ ഫില്ലായിരിക്കുന്നു, എത്രത്തോളം എയർ വാട്ടറിൽ ഫില്ലായിരിക്കുന്നു, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് 1. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് വാട്ടർ കണ്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ പഠിച്ചതിൽ എല്ലാം തന്നെ വോളിയത്തിൻ്റെ ടേംസിലാണ് റിലേഷൻഷിപ്പ് പറയുന്നത്. വാട്ടർ കണ്ടൻറ്റ് വെയ്റ്റിൻ്റെ ടേംസിലാണ് പറയുന്നത്. വെയ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ മാസിൻ്റെ ടേംസിലാണ് പറയുന്നത്. വാട്ടർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് ദ വെയ്റ്റ് ഓഫ് വാട്ടർ ടു ദ വെയ്റ്റ് ഓഫ് സോളിഡ്സ് ഇൻ എ ഗിവൻ മാസ് ഓഫ് സോയിൽ. സോളിഡ് മാത്രമാണ്, സോയിലിൻ്റെ സോളിഡ് പാർട്ടിക്കിൾസിൻ്റെ മാത്രം വെയിറ്റ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓവറോൾ സോയിൽ മാസിൻ്റെ വെയിറ്റ് അല്ല. ആ ഒരു പോയിന്റ് എപ്പോഴും ഓർത്തിരിക്കുക, ചിലപ്പം തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ വാട്ടർ കണ്ടൻറ്റ് W ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സോയിൽ സോളിഡ്സ് ഇൻറ്റു 100. എപ്പോഴും പെർസെൻറ്റേജിലാണ് ഇത് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കുന്ന മിക്ക എക്സ്പെരിമെൻറ്റ്സിലും, അതായത് ഫീൽഡ് അല്ലെങ്കിൽ ലാബ് എക്സ്പെരിമെൻറ്റിലും ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യമേ സോയിൽ സാമ്പിൾ സൈറ്റിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ വെയിറ്റ് എടുക്കും, അത് ക്യാപിറ്റൽ W ആയിട്ട് എടുക്കും. ഇതിന് ശേഷം ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ചെയ്യും. ഓവനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്തിട്ടോ ഏതെങ്കിലും രീതിയിൽ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം ഡ്രൈ സാമ്പിൾ ഓഫ് സോയിലിൻ്റെ വെയിറ്റ് എടുക്കും. അപ്പോൾ WD നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് എ ഡ്രൈ വെയിറ്റ് ഓഫ് ദി സോയിൽ. സോ വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു വെറ്റ് ആയിരുന്നപ്പോൾ അതിൻ്റെ വെയിറ്റ് മൈനസ് ഡ്രൈ ആയിരുന്നപ്പോൾ അതിൻ്റെ വെയിറ്റ് ആണ്, ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സോളിഡ് സോയിൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഡ്രൈ ആയിരിക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് എത്രയാണ് അതാണ്. സോ WD മൾട്ടിപ്ലൈഡ് ബൈ 100. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഓഫ് വാട്ടർ കണ്ടൻറ്റ് കിട്ടുന്നതായിരിക്കും. വാട്ടർ കണ്ടൻറ്റ് സ്മോൾ ലെറ്റർ W നമുക്ക് കിട്ടുന്നതായിരിക്കും. മോസ്റ്റ് ഓഫ് ദ കേസസിലും വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്കൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് നോക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വാട്ടർ കണ്ടൻറ്റും വെയിറ്റ് ഓഫ് സോളിഡ്സും വെയിറ്റ് ഓഫ് സോളിഡ് സോയിൽസ് ആണ്. അതെപ്പോഴും ഓർത്തിരിക്കുക. ദെൻ ടോട്ടൽ വെയിറ്റ് ഓഫ് ദി സോയിൽ മാസ്. ടോട്ടൽ വെയിറ്റ് ക്യാപിറ്റൽ W പറഞ്ഞാലും മതി, അല്ലെങ്കിൽ WT എന്നും കൊടുക്കാം. ഓക്കെ, അപ്പോൾ വി ആർ ഗോയിങ് ടു ഡിറൈവ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വാട്ടർ കണ്ടൻറ്റ്, വെയിറ്റ് ഓഫ് സോളിഡ്സ് ആൻഡ് ദെൻ ടോട്ടൽ വെയിറ്റ് ഓഫ് ദി സോയിൽ മാസ്. നമുക്കറിയാം വാട്ടർ കണ്ടൻറ്റ് W ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോയിൽ ആണ്. രണ്ട് സൈഡിലും 1 വെച്ച് ആഡ് ചെയ്യുന്നു. സോ വാട്ടർ കണ്ടൻറ്റ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോയിൽ പ്ലസ് 1. ബോത്ത് സൈഡ്സിലും 1 വെച്ചിട്ട് ആഡ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു കോമൺ ഡിനോമിനേറ്റർ ആക്കുന്നു, ദാറ്റ് ഈസ് ദ വെയിറ്റ് ഓഫ് സോളിഡ്സ് ആക്കി. അതിനുശേഷം വെയിറ്റ് ഓഫ് വാട്ടർ പ്ലസ് വെയിറ്റ് ഓഫ് സോളിഡ്സ്. നമുക്കറിയാം വെയിറ്റ് ഓഫ് വാട്ടർ പ്ലസ് വെയിറ്റ് ഓഫ് സോളിഡ്സ് വിൽ ഗീവ് യു ദി ടോട്ടൽ വെയിറ്റ് ഓഫ് ദി സോയിൽ മാസ്. അങ്ങനെയാണെങ്കിൽ W പ്ലസ് 1 we can write it as total weight of the soil mass divided by weight of the solids only. ഇതിനകത്ത് നിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ പോലെ എഴുതാം. വെയിറ്റ് ഓഫ് സോളിഡ്സ് മാത്രം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ സോയിൽ മാസ് അത് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സ്മോൾ W ചെയ്താൽ മതിയാകും. സോ ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ്. ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ്സ് എലോൺ,
we can write it as the total volume of the soil mass divided by 1 plus E ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് ദാറ്റ് വി നീഡ് ടു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ദാറ്റ് വി നീഡ് ടു സ്റ്റഡി ഇൻ ദി സോയിൽ മെക്കാനിക്സ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെൻസിറ്റി ആൻഡ് യൂണിറ്റ് വെയിറ്റ് ആണ്. സോയിലിൻ്റെ പല കണ്ടീഷനിലും പല ടൈപ്പ് ഓഫ് ഡെൻസിറ്റി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, പല ടൈപ്പ് ഓഫ് യൂണിറ്റ് വെയിറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം, യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ബൈ വോളിയം. സോ നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ വോളിയം മാസ് ഓർ ദ വോളിയം വെയിറ്റ് റിലേഷൻഷിപ്പ് കൺസേൺഡ് വിത്ത് സോയിൽ. ഫസ്റ്റ് തന്നെ ഡെൻസിറ്റി നമ്മൾ പറഞ്ഞു. ഡെൻസിറ്റി റോ ആണ് എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത്, ഇസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. ഇപ്പോൾ നമ്മൾ സൈറ്റിൽ പോകുന്നു, അവിടുന്ന് ജസ്റ്റ് സാമ്പിൾ അതേപോലെ എടുത്തുകൊണ്ട് വരുന്നു, അതിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് എത്ര മാസ് ഉണ്ടെന്ന് നോക്കും, അല്ലെങ്കിൽ എത്ര വെയിറ്റ് ഉണ്ടെന്ന് നോക്കും. ഫസ്റ്റ് നമ്മൾ ഡെൻസിറ്റി ടേംസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മാസിനെ പറ്റി സംസാരിക്കാം. എത്ര മാസ് ഉണ്ടെന്ന് നോക്കും, ടോട്ടൽ അതിൻ്റെ വെച്ചിരിക്കുന്ന കണ്ടെയ്നറിൽ എത്രത്തോളം വോളിയം അത് ഒക്കുപ്പൈ ചെയ്തു എന്ന് നോക്കും. സോ മാസ് ബൈ വോളിയം ചെയ്യുമ്പോഴേക്കും വി വിൽ ഗെറ്റ് ദി ഡെൻസിറ്റി. ഈ ഡെൻസിറ്റി നമ്മൾ ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയും. അതായത് ഒരു സോയിൽ അതിൻ്റെ എക്സിസ്റ്റിംഗ് കണ്ടീഷനിൽ അതിന് എത്ര ഡെൻസിറ്റി ഉണ്ട് അതിന് ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയും. അതായത് ഒരു സൈറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലിന് എത്ര ഡെൻസിറ്റി, ദാറ്റ് ഈസ് എ ബൾക്ക് ഡെൻസിറ്റി, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ മോയിസ്റ്റ് ഡെൻസിറ്റി എന്നും പറയും. ഇറ്റ് ഈസ് എ ടോട്ടൽ മാസ് ഓഫ് ദി സോയിൽ പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി സോയിലാണ്. അപ്പോൾ ഡെൻസിറ്റി ആണ് ഗ്രാം പെർ സി സി അല്ലെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഈ യൂണിറ്റ്സുകളിലൊക്കെ അത് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഡ്രൈ ഡെൻസിറ്റി. നമ്മൾ സൈറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന സോയിലിനെ ഓവനിൽ വെച്ച് ഡ്രൈ ആക്കി കഴിയുമ്പോൾ ഒബ്വിയസ്ലി ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ മാസിനകത്ത് സോളിഡിൻ്റെ മാസ് മാത്രമേ ഉണ്ടാവുള്ളൂ, വാട്ടറൊക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു പോയി. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള അതിൻ്റെ മാസ് എം ഡി ആണെങ്കിൽ എം ഡി ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി സോയിൽ മാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വോളിയം എന്ന് പറയുന്നത് ഡ്രൈ ചെയ്യുന്നതിന് മുന്നേ അതിന് എത്ര വോളിയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഡ്രൈ വോളിയം അല്ല. അങ്ങനെ നമ്മൾ ഡെൻസിറ്റി കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഡ്രൈ ഡെൻസിറ്റി അല്ലെങ്കിൽ റോ ഡി എന്ന് പറയുന്നു. സോ റോ ഡി ഈസ് ഈക്വൽ ടു ഡ്രൈ മാസ് ഓഫ് ദി സോയിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി സോയിൽ മാസ് ബിഫോർ ഡ്രൈ. നെക്സ്റ്റ് വൺ ഈസ് ഡെൻസിറ്റി ഓഫ് സോളിഡ്സ്. സോയിൽ മാസിൽ സോളിഡ് എന്ന് പറയുന്നത് സോയിൽ പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മാത്രം ഡെൻസിറ്റി പറയുമ്പോൾ ഡ്രൈ ആയിരിക്കുമ്പോൾ സോളിഡ് മാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എം ഡി ആണ് ആ ഒരു മാസ്. അതേ ഡിവൈഡഡ് ബൈ ഡ്രൈ ആയിരിക്കുമ്പോൾ അതിൻ്റെ വോളിയം എത്രയാണ്, അല്ലെങ്കിൽ ആ ഒരു സോയിൽ പാർട്ടിക്കിൾസിൻ്റെ മാത്രം വോളിയം എത്രയാണ്, അതായത് വി എസ്. അതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡെൻസിറ്റി ഓഫ് ദി സോളിഡ്സ് അല്ലെങ്കിൽ റോ എസ്. സോ റോ എസ് ഇസ് ഈക്വൽ ടു എം ഡി ഡിവൈഡഡ് ബൈ വി എസ് ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് സാച്ചുറേറ്റഡ് ഡെൻസിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് സാച്ചുറേറ്റഡ് കണ്ടീഷൻ എന്ന്. അപ്പോൾ വാട്ടറിലെ വോയിഡ്സ് കംപ്ലീറ്റ്ലി ഫിൽഡ് ബൈ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ സാച്ചുറേറ്റഡ് കണ്ടീഷൻ എന്ന് പറയും. ഈ ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ വാട്ടറിൻ്റെ വെയിറ്റും കൂടി മാസിൽ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ സോയിൽ മാസ് അറ്റ് ദ സാച്ചുറേറ്റഡ് കണ്ടീഷൻ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ടോട്ടൽ വോളിയം. ഇതിനാണ് സാച്ചുറേറ്റഡ് ഡെൻസിറ്റി അല്ലെങ്കിൽ റോ സാറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സബ്മർജ്ഡ് ഡെൻസിറ്റി അല്ലെങ്കിൽ റോ ഡാഷ്. ചില സമയങ്ങളിൽ റോ സബ് രണ്ടും ഡിഫൈൻ ചെയ്യാറുണ്ട്. റോ ഡാഷ് അല്ലെങ്കിൽ റോ സബ്. സബ്മർജ്ഡ് ഡെൻസിറ്റി എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഇത് ഗ്രൗണ്ട് ലെവൽ. ദിസ് ഈസ് ദി ഗ്രൗണ്ട് ലെവലിന് കുറച്ച് താഴെയായിട്ട് ഗ്രൗണ്ട് വാട്ടർ ടേബിളുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദി ഗ്രൗണ്ട് വാട്ടർ ടേബിളിന് താഴെ വരുന്ന സോയിൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വന്നിട്ട് സാച്ചുറേറ്റഡ് ആയിരിക്കും. അതായത് ഇവിടുത്തെ ഫുൾ വോയിഡ്സിലും വന്നിട്ട് ഫുള്ള് വാട്ടർ തന്നെ ആയിരിക്കും ഫിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ സോയിൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ചെറിയ പോർഷൻ സോയിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എ WT.
അതോടൊപ്പം തന്നെ ഫുള്ളി ഇതിൻ്റെ വോയിഡ്സ് എല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ബൈ വാട്ടർ ആണ്. അതുകൊണ്ട് തന്നെ ആ വാട്ടർ ഒരു ബോയിൻ ഫോഴ്സ് ഈ പാർട്ടിക്കിൾസിൽ മുകളിലേക്ക് ആക്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് FB, ബോയിൻ ഫോഴ്സ് ആക്ട് ചെയ്യും. ദിസ് ബോയിൻ ഫോഴ്സ് will be equal to the volume of the water displaced by the soil multiplied by the density of the water. അതായത് according to Archimedes principle the buoyancy force is equal to, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, weight of the water that is displaced by the soil particles. സോ ബോയൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ വന്നിട്ട് വോളിയം ഓഫ് ദി സോയിൽ പാർട്ടിക്കിൾസ് മൾട്ടിപ്ലൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ സോയിൽ മാസിലുള്ള അതിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ മാസ്, ഇപ്പോൾ നമ്മൾ മാസിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കുഴപ്പമില്ല. വെയിറ്റ് അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഗെറ്റ് റെഡ്യൂസ്ഡ് ടു ടോട്ടൽ വെയിറ്റ് ഓഫ് ദി സോയിൽ മാസ് മൈനസ് ദ ബോയൻറ്റ് ഫോഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ എ കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് കണ്ടീഷൻ. അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇതിനെയാണ് സബ്മർജ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സബ്മർജ്ഡ് കണ്ടീഷനിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലായി മാസ് അല്ലെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറവാണ്. സോ ദ മാസ് ഓഫ് ദ soil in the submerged condition divided by total volume of the soil mass. Total volume of the soil mass ആണ് എപ്പോഴും ഡിനോമിനേറ്ററിൽ വരുന്നത്, അല്ലെങ്കിൽ അതിന് റെസ്പെക്റ്റ് ആയിട്ടാണ് ഓരോ ഡെൻസിറ്റീസും ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ, ദാറ്റ് ഈസ് റോ ഡാഷ് അല്ലെങ്കിൽ റോ സബ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മാസ്, submerged mass of the soil mass divided by total volume of the soil mass. It is called as a submerged density. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് റെഡ്യൂസ്ഡ് വെയ്റ്റ് ഓഫ് ദി സോയിൽ ഇൻ സബ്മർജ്ഡ് കണ്ടീഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി സോയിൽ. മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, സോയിൽ കംപ്ലീറ്റ്ലി ഡ്രൈ ആണെന്ന് വിചാരിക്കുക. സോയിൽ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിരിക്കുന്ന കേസിൽ നമുക്കറിയാം ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് S ആണ്, അതായത് വോളിയം ഓഫ് വാട്ടർ ഒന്നുമില്ല. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ സൈറ്റിൽ നിന്ന് എടുക്കുന്ന സോയിലിൻ്റെ ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഡ്രൈ ഡെൻസിറ്റി തന്നെ ആയിരിക്കും. നെക്സ്റ്റ്, സോയിൽ കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആണ് നമുക്ക് സൈറ്റിൽ നിന്ന് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എസിൻ്റെ വാല്യൂ 1 ആണ്. ആ ഒരു കേസിൽ ബൾക്ക് ഡെൻസിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സാച്ചുറേറ്റഡ് ഡെൻസിറ്റി ഓഫ് ദി സോയിൽ. ഈ 2 പോയിന്റും കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. നെക്സ്റ്റ് നമുക്ക് യൂണിറ്റ് വെയ്റ്റുകളെ പറ്റി പറയാം. അപ്പോൾ നേരത്തെ ഡെൻസിറ്റി പറഞ്ഞു, യൂണിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് വെയ്റ്റ് ഡിവൈഡഡ് ബൈ വോളിയം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ആണ്, നേരത്തെ ഡിഫൈൻ ചെയ്ത പോലെ ഉള്ളൂ. എക്സിസ്റ്റിംഗ് സൈറ്റ് കണ്ടീഷനിൽ അതിൻ്റെ വെയ്റ്റ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ടോട്ടൽ വോളിയം ചെയ്യുമ്പോൾ നമുക്ക് ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് കിട്ടുന്നു. നെക്സ്റ്റ് വൺ ഈസ് എ ഡ്രൈ യൂണിറ്റ് വെയ്റ്റ്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദ വെയ്റ്റ്സ് ഓഫ് സോളിഡ്സ് അല്ലെങ്കിൽ വെയ്റ്റ് ഓഫ് ദ സോയിൽ മാസ് ഇൻ ദ ഡ്രൈ കണ്ടീഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം of the soil before drying. Next one is the unit weight of the solids alone. Solids ന്റെ മാത്രമാണ്. So it is the weight of the dry soil divided by volume of the dry soil particles, അതായത് VS. നെക്സ്റ്റ് വൺ ഈസ് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ്. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ സാച്ചുറേറ്റഡ് കണ്ടീഷനിൽ ടോട്ടൽ വെയ്റ്റ് ഓഫ് ദി സോയിൽ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി സോയിൽ മാസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് സബ്മർജ്ഡ് യൂണിറ്റ് വെയ്റ്റ്. നേരത്തെ ഒക്കെ ഡിസ്കസ് ചെയ്താണ്. വെയ്റ്റ് ഓഫ് ദി സോയിൽ മാസ് ഇൻ ദ സബ്മർജ്ഡ് കണ്ടീഷൻ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി ടോട്ടൽ വോളിയം ഓഫ് ദി സോയിൽ മാസ് ആണ് സബ്മർജ്ഡ് യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് വെയ്റ്റ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് ഒന്നെങ്കിൽ കിലോ ന്യൂട്ടൺ, മോസ്റ്റ് കേസിൽ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബാണ്, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിലും ഇത് പറയാറുണ്ട്. നെക്സ്റ്റ് വൺ വന്നിട്ട് നൗ ലെറ്റ്സ് ഡിറൈവ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സബ്മർജ്ഡ് യൂണിറ്റ് വെയ്റ്റ് ആൻഡ് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ്. ഇത് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ജസ്റ്റ് നമുക്കൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. സോ നമ്മൾ നേരത്തെ കണ്ടു വെയ്റ്റ് സബ്മർജ്ഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ വെയ്റ്റ് മൈനസ് അതിൻ്റെ ബോയൻറ്റ് ഫോഴ്സ് ആണ്. ടോട്ടൽ വെയ്റ്റ് ഇസ് ആക്ടിങ് ഡൗൺവേർഡ്,
ടോട്ടൽ വെയിറ്റ് ഓഫ് ദി സോയിൽ മാസ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നു, ബോയൻ ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. ഇതിനെ നമുക്ക് ടോട്ടൽ വെയിറ്റ് മൈനസ് നേരത്തെ കണ്ടപോലെ ടോട്ടൽ വോളിയം ഓഫ് ദി സോയിൽ മൾട്ടിപ്ലൈഡ് ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദി വാട്ടർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ this is equal to total weight of the soil mass multiplied by, it is in the total weight എന്ന് പറയുന്നത് it is in the saturated condition. So unit weight at saturated condition minus VT into gamma W. ഫുൾ ഇതിനെ നമ്മൾ VT വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് W submerged divided by VT is equal to, ഇവിടെ VT വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും പിന്നെ ഗാമ സാറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, മൈനസ് weight submerged divided by total volume is the submerged unit weight gamma dash, that is equal to gamma saturated മൈനസ് ഗാമ W ആണ്. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ്. സബ്മർജ്ഡ് യൂണിറ്റ് വെയ്റ്റിൽ നിന്നും വാട്ടറിൻ്റെ യൂണിറ്റ് വെയ്റ്റ് കുറച്ചാൽ, സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റിൽ നിന്നും വാട്ടറിൻ്റെ യൂണിറ്റ് വെയ്റ്റ് കുറച്ചാൽ നമുക്ക് സബ്മർജ്ഡ് യൂണിറ്റ് വെയ്റ്റ് എത്രയാണെന്നുള്ളത് കിട്ടും. അപ്പോൾ സിമിലർലി ഡെൻസിറ്റിയെ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് സബ്മർജ്ഡ് ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു സാച്ചുറേറ്റഡ് ഡെൻസിറ്റി മൈനസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്, യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ എത്രയാണെന്നുള്ളത് കൂടി ഒന്ന് അറിയാവുന്നതായിരിക്കും. ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു 1 gram per cc ആണ്, അല്ലെന്നുണ്ടെങ്കിൽ 1000 kilogram per meter cube ആണ്. യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 9.81 kilonewton per meter cube ആണ്. ഓക്കെ, ഇത് രണ്ടും കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് യൂണിറ്റ് വെയ്റ്റുകൾ കണ്ടു. ദാറ്റ് ഈസ് ഗാമ എസ്, പിന്നെ ഗാമ സാച്ചുറേറ്റഡ്, അതുപോലെ ഗാമ ബൾക്ക്, ഗാമ ഡ്രൈ കണ്ടീഷൻ, അതുപോലെ ഗാമ ഡാഷ്, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് വെയ്റ്റ്സ് നമുക്ക് കണ്ടു. അപ്പോൾ ഇവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഗാമ ഓഫ് ദി സോളിഡ്സ് എലോൺ is greater than the gamma saturated, which is greater than the gamma bulk, which is greater than the gamma dry condition, it is greater than the gamma submerged condition. സോളിഡ്സ് മാത്രം എടുക്കുമ്പോൾ എന്താ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ്സ് മാത്രമേ ഉള്ളൂ. സോളിഡ്സ് ഒരു പർട്ടിക്കുലർ വോളിയം നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടെ ഫുള്ള് സോളിഡ് മാത്രം അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ സോളിഡ് മാത്രം ഓക്കുപ്പൈ ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള സമയത്തിൽ ഡെൻസിറ്റി അല്ലെങ്കിൽ യൂണിറ്റ് വെയിറ്റ് ആണ് ഗാമ എസ് എന്ന് പറയുന്നത്. അതായിരിക്കും ഒബ്വിയസ്ലി കൂടുതൽ. പിന്നെ സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ഈ സോയിലിനകത്ത് കുറച്ചും കൂടി നല്ല രീതിയിൽ കംപ്ലീറ്റ്ലി വാട്ടർ ഫില്ല് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. സോ ഗാമ എസ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഗാമ സാച്ചുറേറ്റഡ്. ഇപ്പോൾ ഈ ഡെൻസിറ്റി യൂണിറ്റ് വെയിറ്റ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം സ്പേസ് ഒരു പർട്ടിക്കുലർ വോളിയത്തിൽ എത്രത്തോളം വെയിറ്റിലുള്ള സോയിൽ മാസ് ഓക്കുപ്പൈ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു മെഷറാണല്ലോ. അപ്പോൾ ഗാമ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ലെസ് ദാൻ ദി ഗാമ എസ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഗാമ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഫുള്ളി വാട്ടർ ഫില്ല് ചെയ്തിരിക്കുന്ന കണ്ടീഷനാണ്. ബൾക്ക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സൈറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ. അതിപ്പോൾ സാച്ചുറേറ്റഡ് ആവാം, ഡ്രൈ ആവാം, ഇതിന് രണ്ടിനും ഒക്കെ ഇടയ്ക്കാവാം. അപ്പോൾ ഗാമ ബൾക്കിനെ നമുക്ക് ലെസ് ദാൻ ഗാമ സാറ്റ് എന്ന് വിചാരിക്കാം. ഗാമ ഡ്രൈ എന്ന് പറയുന്നത് ഇതിന് എല്ലാത്തിനേക്കാളും കുറവായിരിക്കും. കാരണം അതിനകത്ത് വാട്ടറിൻ്റെ വെയിറ്റ് വരുന്നില്ല. ഒരു സെയിം വോളിയത്തിൽ തന്നെ ടോട്ടൽ വോളിയം വിത്ത് റെസ്പെക്ട് ടു ഈ 3 കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ടോട്ടൽ വോളിയം വിത്ത് റെസ്പെക്ട് ടു ദി ടോട്ടൽ വോളിയം ഓഫ് സോയിൽ മാസ് ആണ്. അപ്പോൾ ഗാമ ഡി കൺസിഡർ ചെയ്യുമ്പോൾ വെയിറ്റ് ഓഫ് ദി വാട്ടർ കൺസിഡർ ചെയ്യുന്നില്ല. സോ ഇറ്റ് ഹാവ് ടു ബി ലെസ് ദാൻ ദി ഗാമ ബൾക്ക്. ലാസ്റ്റ് വൺ ഈസ് എ സബ്മർജ്ഡ് കണ്ടീഷൻ. സബ്മർജ്ഡ് വാട്ടറിൽ വരുമ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ ടോട്ടൽ വെയിറ്റിൽ നിന്നും വെയിറ്റ് കുറയാണ് ചെയ്യുന്നത്. സോ ഇതിന് എല്ലാത്തിനേക്കാളും ഏറ്റവും കുറവായിരിക്കും ഗാമ ഡാഷ് വരുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് കൂടി ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ യൂണിറ്റ് വെയിറ്റ് പറഞ്ഞു,
ഡെൻസിറ്റി പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിലൊരു ഇൻ്റർ കൺവേർഷനും കൂടി നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ദാറ്റ് ഈസ് ഡെൻസിറ്റി നമുക്കറിയാം 1 g/cc ആണെങ്കിൽ ഇതിനെ നമുക്ക് kN/m³ മാറ്റണം. അതാണല്ലോ യൂണിറ്റ് വെയ്റ്റിൻ്റെ യൂണിറ്റ്. സോ 9.81 into 10⁻⁻6 kN divided by 1 into 10⁻⁻6 kN. 1 into 10⁻⁻6 meter cube ആണ്. That is equal to 9.81 kN/m³. അതായത് 1 g/cc എന്ന് പറയുന്നത് 9.81 kN/m³ ഇക്വലൻ്റ് ആണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിറ്റ് വെയ്റ്റ് ഗാമ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 9.81 ഡെൻസിറ്റി റോ എന്ന് എഴുതാം. ഇപ്പോൾ ഡെൻസിറ്റി റോ ആണ് തന്നിരുന്നതെങ്കിൽ അതിൻ്റെ കൂടെ 9.81 kN/m³ മൾട്ടിപ്ലൈ ചെയ്താൽ വി വിൽ ഗെറ്റ് ദ യൂണിറ്റ് വെയ്റ്റ് ഇൻ kN/m³. ദിസ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡെൻസിറ്റി ആൻഡ് ദ യൂണിറ്റ് വെയ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ കുറേ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് പഠിച്ചു. വോയിഡ് റേഷ്യോ, പോറോസിറ്റി, വാട്ടർ കണ്ടന്റ്, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, ഇതിലെല്ലാം തമ്മിലുള്ള ഒരു ഇൻ്റർ റിലേഷൻഷിപ്പാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അടുത്ത ക്ലാസ്സിൽ കാണാം.